ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബൈ ഫ്രാൻസിസ് ബേക്കൺ. ഇപ്പോൾ ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് എസ്സേയിസ്റ്റ് ആണ് ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ. റിനസൻസ് പീരീഡിലെ ഒരു വൺ ഓഫ് ദി ലീഡിംഗ് പബ്ലിക് ഫിഗേഴ്സ് ആയിരുന്നു ഇദ്ദേഹം. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് നോവും ഓർഗാനം, പിന്നെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഇതൊക്കെയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ ഒരു സ്പിരിറ്റ് ഓഫ് സയന്റിഫിക് എൻക്വയറി, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ വർക്ക് ഉണ്ട്, ന്യൂ അറ്റ്ലാന്റിസ്. ഇപ്പം ന്യൂ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് തോമസ് മൂർ എന്നുള്ള റൈറ്ററിന്റെ യൂട്ടോപ്പിയ എന്നുള്ള വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ബേക്കൺ ന്യൂ അറ്റ്ലാന്റിസ് എന്നുള്ളൊരു ഫിലോസഫിക്കൽ വർക്ക് എഴുതിയത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ എസ്സേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ വിസ്ഡം, അതുപോലെ തന്നെ അതിൻ്റെ യൂണിവേഴ്സാലിറ്റി, പിന്നെ ഒരു ഉപദേശം തരുന്ന പോലെയും, ആൻഡ് ഓഫ് കോഴ്സ് റിലേറ്റഡ് ടു ലേണിംഗ്. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ഡിഫറെൻറ്റ് സബ്ജക്ട്സുമായിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സേസിനെ മോറൽ എസ്സേസ് എന്നും, റിലീജിയസ് എസ്സേസ് എന്നും, പൊളിറ്റിക്കൽ എസ്സേസ് എന്നും, ഡൊമസ്റ്റിക് എസ്സേസ് എന്നും നമുക്ക് നാലായിട്ട് തിരിക്കാം. മോറൽ ആൻഡ് റിലീജിയസ് എസ്സേസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, ഏതെങ്കിലും സ്കൂൾ ഓഫ് മൊറാലിറ്റി അങ്ങനൊന്നുമില്ല, ഇദ്ദേഹത്തിന് എന്താണോ തോന്നുന്ന ഉപദേശം അതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എസ്സേ ഫോർ എക്സാമ്പിൾ സിമുലേഷൻ ആൻഡ് ഡിസിമുലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എസ്സേസ് ഒക്കെ അദ്ദേഹം ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിലീജിയൻ്റെ ബിലീഫിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിനകത്ത് ഡൊമസ്റ്റിക് എസ്സേസ് എന്ന് പറയുമ്പോൾ ഓഫ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ, ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്, ഇതൊക്കെയാണ് ഡൊമസ്റ്റിക് എസ്സേസിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേക്കൺ എന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എസ്സേസും എഴുതിയിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഓഫ് ഗ്രേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ എസ്സേ എഴുതിയിട്ടുണ്ട്. അതായത് ഈ പിന്നെ നമ്മളിപ്പോൾ ഒരു പബ്ലിക് ലൈഫ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പവർ പൊസിഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പവർഫുൾ പൊസിഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇരിക്കണം, നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സക്സസ്ഫുൾ ആയി മാറാൻ സാധിക്കും. അപ്പം ബേക്കൺ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ച്, ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ച് അഡ്വൈസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അത് വളരെ ഇലക്റ്റൻ്റ് ആയിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ട്രൂത്തിനെ കുറിച്ചും ജസ്റ്റിസിനെ കുറിച്ചും അതുപോലെ തന്നെ ഒക്കെയാണ്, ഇൻസിൻസിയറിറ്റിയെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അലക്സാണ്ടർ പോപ്പ് എന്നുള്ള റൈറ്റർ ബേക്കണിനെ വൈസസ്റ്റ്, ബ്രൈറ്റസ്റ്റ് ആൻഡ് മീനസ്റ്റ് ഓഫ് മാൻകൈൻഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള എസ്സേ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഹ്യൂമൻ നേച്ചറിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അയാൾ മനുഷ്യനായിട്ട് തന്നെ ഇരിക്കാൻ അൺഫിറ്റ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം അൺബേർഡൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ സോറോസിനെ എല്ലാം മാറ്റാൻ നമ്മുടെ ഫ്രണ്ട് സഹായിക്കും. ഈവൻ ഗ്രേറ്റ് റൂളേഴ്സ് ആണെങ്കിലും എംപറേഴ്സ് ആണെന്നുണ്ടെങ്കിലും വളരെ പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് വരെ ഫ്രണ്ട്സ് ഉണ്ട്. ബേക്കൺ നമ്മളെ വോൺ ചെയ്യുവാണ്, ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. ബിക്കോസ് ഫ്രണ്ട് കാരണം കുറേ ആളുകൾ വിഷമിച്ചിട്ടുണ്ട്. അതായത് കുറേ റൂളേഴ്സ് ആണെങ്കിലും കുറേ എംപറേഴ്സ് ആണെന്നുണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് നല്ലതല്ലെങ്കിൽ അവർ കുറേ അനുഭവിച്ചിട്ടുള്ള, അത് നമ്മൾ എക്സാമ്പിൾസ് ഹിസ്റ്ററി തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു പ്രോബ്ലം ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ പല ആംഗിൾസിൽ നിന്ന് നമുക്കതിനെ ആ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാൻ സാധിക്കും, അല്ലേ. തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രണ്ടിനെ നമുക്കൊരു ഡെപ്യൂട്ടി ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡെപ്യൂട്ടി ആയിട്ട് ഒരു കൈൻഡ് ഓഫ് അസിസ്റ്റന്റ് പോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് നിർത്താൻ സാധിക്കും. ആൻഡ് ഒരുപാട് പിന്നെ എന്താ പറയുക, ഫെസിലിറ്റീസിലൂടെ നമുക്ക് ഫ്രണ്ട്സിനെ അക്വയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബേക്കൺ ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഇല്ലാത്ത ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരു ലൈഫായിട്ട് നമുക്ക് വിളിക്കാൻ സാധിക്കുകയില്ല. റോമൻ ഹിസ്റ്ററിയിൽ നിന്നൊക്കെ എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ടാണ് ഇദ്ദേഹം പ്രൂവ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഓരോ ഐഡിയാസും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഇപ്പം ഫ്രൂട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മനസ്സിനെ അൺബേർഡൻ ചെയ്യാനും നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ എന്താ പറയുക, ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒരു ലോൺലി ലൈഫാണ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വേറെ ആരുമായിട്ടൊരു ബന്ധവുമില്ല, നമ്മുടെ ആ ഒരു വേറെ ഒരു ബന്ധവുമില്ല ആളുകളുമായിട്ടും, സൊസൈറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല, ഫ്രണ്ട്സും ഇല്ല, ആരും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ട്സ്, ഹോപ്സ്, ഫിയേഴ്സ് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് ബേക്കൺ പറയുന്നത്. അതായത് എല്ലാം ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നും. നമ്മുടെ മൈൻഡിൽ തന്നെ ഓരോ കാര്യങ്ങൾ ജംബിൾഡ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. പിന്നെ കിങ്സും എംപറേഴ്സും എന്തുകൊണ്ടാണ് ഈ എന്താ പറയുക, ഈ കോമൺ മെന്നിനെ, അതായത് കിങ്സ് ആൻഡ് എംപറേഴ്സ് കോമൺ മെന്നെ എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അവരുടെ ഓഫീസിലൊക്കെ ഇരിക്കാൻ. ബിക്കോസ് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ഓർഡിനറി ആയിട്ടുള്ള തിങ്സിനെ കുറിച്ച് സംസാരിക്കാൻ കാണും. അതുപോലെ തന്നെ
എന്താ പറയുക, അവർക്ക് ഈ എല്ലാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ വേർതിരിവുകൾ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻസ് കാണത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരെ ഓഫീസിലൊക്കെ ഇരുത്തുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ റൂളേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരുത്തുവാണെന്നുണ്ടെങ്കിൽ അവർ ഈ സിമ്പിൾ ആയിട്ടുള്ള ആളുകളുമായിട്ട്, ഈവൻ എന്താ പറയുക, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തുള്ള ഏത് ആളുകളുമായിട്ടും അവർ ഈസായിട്ട് വർക്ക് ചെയ്ത് പോകും. അപ്പം വേറെ ഡിസ്റ്റിങ്ഷനും കാര്യങ്ങളും ഡിഫറൻസോ ഒന്നും കാണത്തില്ല, കാസ്റ്റ് ഡിഫറൻസോ സ്റ്റേറ്റസിൻ്റെ ഡിഫറൻസോ ഒന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓർഡിനറി ആളുകളെ നമ്മൾ ഹൈ ഓഫീസിൽ ഇരുത്തണമെന്ന് ബേക്കൺ പറയുന്നത്. അപ്പോൾ എംപറേഴ്സും റൂളേഴ്സും ഒക്കെ അങ്ങനെ കിങ്സും ഒക്കെ അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ ഓർഡിനറി ആയിട്ടുള്ള ആളുകളെയൊക്കെ ജോലിക്ക് എടുക്കുന്നത് അതിനു വേണ്ടിയാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മൈൻഡിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ഒരു പ്രോബ്ലം നമ്മൾ ഫ്രാങ്ക്ലി നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്ന് ആ ഫ്രണ്ടിൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് വ്യൂ പോയിന്റ്സ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഹെരാക്ലിറ്റസ് എന്ന് പറഞ്ഞ ഒരു ഹെരാക്ലിറ്റസ് ഇങ്ങനെ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എസ്സേക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഡ്രൈ ലൈറ്റ് ഈസ് എവർ ദ ബെസ്റ്റ് എന്ന്. അതായത് ഒരു മനുഷ്യന് അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് അത് വളരെ പ്യുവറാണ്, അതുപോലെ തന്നെ വളരെ ഡ്രയറും ആണെന്ന് പറയുന്നുണ്ട്. അതായത് അണ്ടർസ്റ്റാൻഡിങ്ങും കാണും, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുമായിരിക്കും പറയുന്നത്, പക്ഷേ എന്നാൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളെ ജഡ്ജ് ചെയ്തുമായിരിക്കും ഒരു ഫ്രണ്ട് സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു പോയിന്റ് ബേക്കൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേക്കൺ പറയുന്നത് എ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ വൺ ഹു ഈസ് കോമ്പീറ്റൻറ്റ് ടു ഗിവ് എസ് ജനറൽ അഡ്വൈസ്. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ എല്ലാ കാര്യത്തിലും ഉപദേശിക്കുന്ന നല്ല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാ കാര്യത്തിലും ഒരു നേർവഴി കാണിച്ചു തരുന്ന ഒരാളായിട്ടായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത്, അല്ലേ? ഫ്രണ്ടിനെ എല്ലാവരെയും കുറിച്ച്, നമ്മുടെ നേച്ചറിനെ കുറിച്ചും നമ്മുടെ പെക്യൂലിയാരിറ്റീസ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെ കുറിച്ചും വീക്ക്നെസ്സിനെ കുറിച്ചും എല്ലാം നമ്മുടെ ഫ്രണ്ട്സിന് അറിയാൻ സാധിക്കും. സോ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന അതായത് എല്ലാം അറിയാവുന്ന ഒരാളാണ്, നോ ഇറ്റ് ഓൾ ആണ്. പിന്നെ തേർഡ് ഫ്രൂട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രണ്ടിന് നമ്മുടെ ഒരു ഡെപ്യൂട്ടി ആയിട്ട് നമ്മുടെ കൂടെ വേരിയസ് കോണ്ടെക്സ്റ്റിൽ നിൽക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെന്താണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡബിൾ ബ്ലെസ്സിങ് എന്താണെന്ന്? ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡബിൾ ബ്ലെസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോയ്സ് ആണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മുടെ സോറോസ് ആണെങ്കിലും നമുക്കത് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുമ്പോൾ അയാൾക്കും കൂടെ സന്തോഷം, അല്ലെങ്കിൽ അയാളുടെ ഹാപ്പിനെസ് നമുക്കും കൂടെ കിട്ടും. അതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ജോയ്സ്. നമ്മുടെ ഹാപ്പിനെസ് മൾട്ടിപ്ലൈ ചെയ്യും, നമ്മുടെ സോറോസ് നമുക്ക് ഡിവൈഡ് ചെയ്യുക, അതായത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സോറോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, റോമൻ സ്റ്റോറീസിൽ നിന്നൊക്കെ ഇദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എസ്സേക്കകത്ത്. അപ്പോൾ അതിനകത്ത് വരുന്നു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സില്ല ആൻഡ് പോംപെ. അപ്പോൾ സില്ല എന്ന് പറയുന്നത് റോമിനെ കമാൻഡ് ചെയ്തിരുന്നൊരു വ്യക്തിയാണ്, ആൻഡ് അദ്ദേഹമാണ് പോംപെയെ റേസ് ചെയ്തത്. പോംപെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് നശിച്ചു പോയ ഒരു സിറ്റിയാണ് പോംപെ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മൂവിയും കൂടെ ഉണ്ട് പോംപെ എന്ന് പറഞ്ഞു. അപ്പോൾ പോംപെ എന്നുള്ള സിറ്റി റേസ് ചെയ്ത് സില്ലയാണ്. പക്ഷേ അദ്ദേഹം ഈ മാസ്റ്ററുമായിട്ടുള്ള അദ്ദേഹത്തിന് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു സില്ലയ്ക്ക്. പക്ഷേ അദ്ദേഹം ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ശ്രമിച്ചത്. ആൻഡ് ഈ ഈവൻ ടോൾഡ് അതായത് സില്ല എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഈ സില്ല എന്ന് പറഞ്ഞ വ്യക്തി റൂളറിനെ അല്ലെങ്കിൽ ഈ റൂളറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആയിരുന്നു റൂളറിന്. അവസാനമാണ് റൂളർ മനസ്സിലാക്കിയത് ഇയാളുടെ ഫ്രണ്ടിനെ ഇയാൾ കെയർലെസ് ആയിട്ടാണ് ചൂസ് ചെയ്തതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രൂട്ടസും ജൂലിയസ് സീസറും ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ബ്രൂട്ടസ് എന്ന് പറയുന്ന ആൾ ജൂലിയസ് സീസറിനെ സ്റ്റാബ് ചെയ്തതാണ്, പക്ഷേ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു സീസറിന്. ഇദ്ദേഹം ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു, സീസറിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കിങ്ഡത്തിന്റെ തന്നെ എയർ ആയിട്ട്, അതായത് ഇൻഹെറിറ്റർ ആയിട്ട് ബ്രൂട്ടസിനെ ആയിരുന്നു ഇദ്ദേഹം ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം തന്നെയാണ് ആരെ സ്റ്റാബ് ചെയ്തത്, നമ്മുടെ ബ്രൂട്ടസിനെ, സീസറിനെ സ്റ്റാബ് ചെയ്തത്, അല്ലേ? യൂട്യൂബ് ബ്രൂട്ടസ് നമ്മളിങ്ങനെ പറയാറുണ്ട്. അതായത് നമ്മൾ ആരെങ്കിലും നമ്മളെ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ചതിയുടെ മെയിൻ എക്സാമ്പിൾ തന്നെയാണ്. അതായത് കെയർഫുൾ ആയിട്ട് നമ്മൾ ഫ്രണ്ടിനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും. അതിന് ലിവിങ് എക്സാമ്പിൾസ് ആണ് ഇവരെല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടെ തോട്ട്സ് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ തോട്ട്സ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി നമ്മൾ ആ കാര്യം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പല പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്കതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടും. തിരിച്ച് നമുക്ക് അയാളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ ഒരു ലോജിക്കലായിട്ടുള്ള റിപ്ലൈയും കിട്ടും. അപ്പോൾ ആ ഒരു എക്സസൈസ് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ തന്നെ മൈൻഡിൻ്റെ പവേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സും നമ്മുടെ ഹോപ്സും നമ്മുടെ ഫിയേഴ്സും ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. നമ്മളെല്ലാം ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നും, എല്ലാം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് മൈൻഡിൽ നിൽക്കും. പക്ഷേ ഇഫ് യു ഹാവ് ഡിസൈഡഡ് ടു ഷെയർ ദിസ് തിങ്സ് വിത്ത് അവർ ഫ്രണ്ട് അല്ലെങ്കിൽ വിത്ത് അനദർ പേഴ്സൺ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ്
ആംഗിൾസ് ഓഫ് ദി സെയിം പ്രോബ്ലം. പിന്നെ ബേക്കണിൻ്റെ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അഫോറിസംസ് എന്നാണ് ബേക്കണിൻ്റെ സ്റ്റൈൽ. അതായത് ബേക്കൺ എഴുതുമ്പോൾ എസ്സേക്കകത്ത് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകളായിരിക്കും, പക്ഷേ ആ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകളെ വെച്ചിട്ട് നമുക്കൊരു വലിയ എസ്സേ എഴുതാൻ തന്നെ പറ്റും. അതായത് വലിയ വലിയ കാര്യങ്ങളായിരിക്കും ഈ കുഞ്ഞു കുഞ്ഞു വേർഡ്സിനകത്ത് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. സോ ബേക്കണിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള അഫോറിസംസ് ആണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേക്കണിൻ്റെ എസ്സേസിനെ വിളിക്കുന്നത് ഡിസ്പേഴ്സ്ഡ് മെഡിറ്റേഷൻസ് എന്നാണ്. അപ്പോൾ ഈ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. ഓഫ് സ്റ്റഡീസ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക്, അത് രണ്ടുമാണ് നമുക്ക്, ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ മറ്റൊരു എസ്സേയും കൂടിയുണ്ട്, അതും ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിരിക്കും, പക്ഷേ നല്ല ക്രിസ്പായിരിക്കും. പിന്നെ ഈച്ച് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഓരോ തോട്ട്സ്, ഭയങ്കര വലിയ വലിയ തോട്ട്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുമായിരിക്കും ഓരോ സെൻറ്റൻസിലും. ഓരോ ഫ്രേസിനെ പോലും നമ്മൾ വലിയൊരു പാരഗ്രാഫ് ആക്കി നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇദ്ദേഹം എഴുതുന്നത്. അപ്പോൾ നല്ല വാംത്ത്, നല്ല കളർഫുൾ ആയിട്ടുള്ള രീതിയിലുമാണ് ഇദ്ദേഹം എഴുതുന്നത്. മെറ്റഫേഴ്സും സിമിലീസും എല്ലാം ഒരുപാട് യൂസ് ചെയ്യും. നല്ലൊരു പൊയറ്റിക്കൽ ക്വാളിറ്റിയിലാണ് എഴുതുന്നത്. അപ്പോൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് അതിന് പറ്റിയ ഒരു എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൺഫസ് ചെയ്യുന്നത് നല്ലതാണെന്ന് ബേക്കൺ പറയുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, കൺഫ്യൂഷൻസ്, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ തോട്ട്സിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്കൊരു പ്രസൻറ്റ് ചെയ്ത് നമുക്കൊരു കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോൾ നമുക്കും കൂടി ഒരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടുവാണ്. അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം പിന്നെയും പറയുന്നത്. ഫ്രണ്ട്സ് എങ്ങനെയാണ് നമ്മുടെ ഒരു ഡെപ്യൂട്ടി ആയിട്ട് മാറുന്നത്? അതായത് നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിനെ പറഞ്ഞു വിടാം. നമുക്കൊരു പൊസിഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിന്, നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമ്മളിപ്പോൾ സ്ഥലത്തിൽ നിന്നുണ്ട്, നമ്മുടെ ഫ്രണ്ടിനെ നമ്മുടെ സ്ഥാനത്ത് കൊണ്ട് നിർത്താൻ സാധിക്കും. അതായത് അതുപോലെ തന്നെ അതായത് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ ബിഹാഫിൽ ആരടുത്ത് വേണമെന്നുണ്ടെങ്കിലും സംസാരിക്കാം, ആരടുത്ത് വേണമെന്നുണ്ടെങ്കിലും ബെഗ് ചെയ്യാം. അതിനൊരു ഷൈനസും അവർക്ക് കാണത്തില്ല. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കാം, അച്ഛൻ്റെ അടുത്ത് മകൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാം, അതുപോലെ തന്നെ അഫെക്ഷനേറ്റ് ആയിട്ട് സംസാരിക്കാം. പിന്നെ അപ്പോൾ ഈ ഒരു ഏജിലാണെന്നുണ്ടെങ്കിൽ ഔട്ട്ലുക്കിലാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അങ്ങനത്തുള്ള ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഡെപ്യൂട്ടി ആയിട്ട് വെക്കാം, നമുക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏജിനും സ്റ്റേറ്റസിനും ഔട്ട്ലുക്കിനും അനുസരിച്ചുള്ള ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പകരം അല്ലെങ്കിൽ നമ്മുടെ റോളിൽ അവർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മുടെ ബേക്കൺ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ എന്നുള്ള കാര്യം മറക്കരുത് ബേക്കണിനെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.